മലപ്പുറം കളക്ടറേറ്റ് സ്ഫോടന കേസിൽ നേരത്തെ പിടിയിലായവരെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സൂത്രധാരന്മാരെ വലയിലാക്കിയത്. മധുരയിൽ വെച്ച് പിടിയിലായവരെ പുലർച്ചെ മലപ്പുറത്തെത്തിച്ചു. അൽ-ഉമ്മ നേതാവ് ഇമാം അലി കൊല്ലപ്പെട്ടപ്പോൾ പ്രതികാരം ചെയ്യാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച അൽ മുത്തഖീൻ ഫോറത്തിന്റെ സ്ഥാപകനാണ് അബൂബക്കർ. തമിഴ്നാട്ടിലെ 6 ജില്ലകളിൽ ഇത് പ്രവർത്തിക്കുന്നു. 2003 മുതൽ 2014 വരെ മധുര, തേനി ഭാഗങ്ങളിലായി 15 സ്ഫോടനങ്ങൾ ഇയാളുടെ നേതൃത്വത്തിൽ നടത്തിയതായി പോലീസ് പറഞ്ഞു. ഒരു കേസിലും തമിഴ്നാട് പോലീസ് അബൂബക്കറെ അറസ്റ്റ് ചെയ്തിരുന്നില്ല. പിന്നീട് തമിഴ്നാടിന് പുറത്ത് സ്ഫോടനങ്ങൾ നടത്തുന്നതിനാണ് ബേസ് മൂവ്മെന്റ് എന്ന സംഘടന രൂപീകരിച്ചത്. തുടർന്ന് 2016-ൽ ചിറ്റൂർ, കൊല്ലം, മൈസൂർ, നെല്ലൂർ, മലപ്പുറം എന്നിവിടങ്ങളിൽ സ്ഫോടനം നടത്തി. സെപ്റ്റംബർ 1-നായിരുന്നു മലപ്പുറം കളക്ടറേറ്റ് വളപ്പിലെ JFCM കോടതി പരിസരത്തെ സ്ഫോടനം. കേസിൽ 4 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. ഈ കൂട്ടത്തിലുണ്ടായിരുന്ന അബ്ബാസ് അലിയും ഇപ്പോൾ പിടിയിലായ അബൂബക്കറും അബ്ദുറഹ്മാനും ചേർന്നാണ് സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തതെന്നും പോലീസ് പറയുന്നു. പ്രതികളെ ഇന്ന് മഞ്ചേരി ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാക്കും. മുഹമ്മദ് നൌഫൽ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.